യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനകത്ത് അൻവർ എന്നൊരു ഫാക്ടർ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതില്ല. ഈ ഘട്ടത്തിൽ, ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം അൻവർ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളാണ്. അൻവർ ഉന്നയിക്കപ്പെട്ട എന്ത് കാര്യത്തിനാണ്, ഏത് വിഷയത്തിലാണ് ആധികാരികമായി തെളിവുകൾ സഹിതം അദ്ദേഹം ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെ സമർത്ഥിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളത്? വെറുതെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ, അതല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെ, ഗവൺമെന്റ് നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കെതിരെ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്നതിന് മറുപടി കൊടുക്കലല്ല യഥാർത്ഥത്തിൽ ഒരു സർക്കാരിന്റെ പ്രവർത്തനം. സർക്കാരിന്റെ പ്രവർത്തനം നമ്മൾ കഴിഞ്ഞ 9 കൊല്ലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. PV അൻവർ ഉന്നയിക്കപ്പെടുന്ന ഉണ്ടയില്ലാത്ത വെടികൾക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക്, അതല്ലെങ്കിൽ ഇന്ന് പറഞ്ഞ കാര്യം PV അൻവർ ഈ തെരഞ്ഞെടുപ്പ് കുമാർ എന്ന ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ദത്താത്രേയ ഹോസബലയെ കണ്ടു, റാം മാധവനെ കണ്ടു. തെളിവില്ലാത്ത കാര്യമാണോ? അടിസ്ഥാനമില്ലാത്ത കാര്യമാണോ? ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധന നടത്തി, അത് സംബന്ധമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ഗവൺമെന്റ് അഡ്രസ് ചെയ്തിട്ടുണ്ട്. എന്താണ് കൃത്യമായി അഡ്രസ് ചെയ്തത്? അത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്ത് ഒരു ഉദ്യോഗസ്ഥനെതിരെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പറയുന്ന കുറ്റപത്രം സമർപ്പിക്കുക? എന്ത് തെളിവുകളാണ്? സർവീസ് ചട്ടത്തെ കുറിച്ചല്ല. ദത്താത്രേയ ഹൊസബല്ല എന്ന RSS നേതാവിനെ, റാം മാധവനെ കണ്ടത് എന്തിനാണ് എന്ന രാഷ്ട്രീയ നിലപാട് LDF-ന്റേത്, CPIM-ന്റേത് എന്താണ്? അത് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇതുവരെ? ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ കണ്ടതിനെതിരെ എന്ത് നടപടിയാണ് നമ്മുടെ ഈ പറയുന്ന പോലീസ് ചട്ടപ്രകാരം നമുക്ക് സ്വീകരിക്കാൻ കഴിയുക? CPIM-ന്റെ നിലപാട് എന്താണ്? CPIM-ന്റെ നിലപാട് ഇത്തരം വിഷയങ്ങൾക്കകത്ത് കൃത്യമല്ലേ? ഏതാണ്? CPIM വളരെ കൃത്യമായി ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുൾപ്പെടെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കരുത് എന്ന കൃത്യമായ നിലപാട് CPIM-നുണ്ട്. അതൊരു പുതിയ പ്രശ്നമല്ല. അതൊരു പുതിയ പ്രശ്നമല്ല. കസേരയിൽ ഇരിക്കുന്നതും കസേരയിൽ നിന്ന് മാറ്റുന്നതും വേറെ. അത് നിയമ പ്രശ്നമാണ്. അത് നിയമപരമായ പ്രയാസങ്ങൾ, അത്തരം വിഷയങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കസേരയിൽ നിന്ന് ഒരു പ്രാധാന്യമില്ലാത്ത കസേരയിലേക്ക് മാറ്റാനുള്ള ചട്ടവും തടസ്സം എന്താണ്? അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അത് വേണ്ട. PV അൻവർ ഉന്നയിക്കപ്പെട്ട പ്രശ്നം, ആ പ്രശ്നത്തിനകത്ത് ഒരു അടിസ്ഥാനവുമില്ല എന്ന് കേരളീയ പൊതുസമൂഹം ആകെ വിലയിരുത്തിയതാണ്. ഇപ്പൊ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി പല പുതിയ പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ PV അൻവർ എത്തി നിൽക്കുന്നതിന്റെ അവസ്ഥയൊക്കെ കേരളീയ പൊതുസമൂഹം വളരെ ദയനീയമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളാകെ ഉദ്യോഗസ്ഥൻ കളത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. പേഴ്സണൽ നമ്പറിലും ഒപ്പം തന്നെ ഒഫീഷ്യൽ നമ്പറും ഞാൻ പലകുറി വിളിച്ചു. അദ്ദേഹം അറ്റൻഡ് ചെയ്യുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്തില്ല എന്ന് മൊഴി കൊടുത്തത് രണ്ടാമത്തെ മന്ത്രിയായ K രാജനാണ്. ആ വിഷയത്തിൽ നിങ്ങളുടെ വിശദീകരണം എന്താണ്? നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഇഷ്യൂ എപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അത് സ്വരാജിനെ വെച്ച് മറികടക്കാം, പ്രതിരോധിക്കാം, മറതീർക്കാം എന്ന് നിങ്ങൾ കവിഞ്ഞു വിചാരിക്കുകയാണോ? ഇവിടെ കൃത്യമായി രാഷ്ട്രീയമായ പോരാട്ടമാണ് നടക്കുന്നത്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സഖാവ് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ LDF കേരളത്തിനകത്ത് വെക്കുന്ന ഒരു സന്ദേശം, ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ രാഷ്ട്രീയമായാണ്